സമയമാറ്റത്തിൽ സമസ്തയുമായി സമവായത്തിലെത്തി സർക്കാർ. സമയമാറ്റം തുടരുമെന്നും പരാതിയുണ്ടെങ്കിൽ അടുത്ത വർഷം പരിഗണിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി സംഘടനകളെ അറിയിച്ചു. ഭൂരിഭാഗം സംഘടനകളും സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിച്ചെന്നും ചില സംഘടനകൾ വിയോജിപ്പ് അറിയിച്ചെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടതി നിർദ്ദേശമുള്ളതിനാൽ ഈ വർഷം സഹകരിക്കുമെന്ന് സമസ്ത വ്യക്തമാക്കി. ബദൽ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ടെന്നും അടുത്ത വർഷം മുതൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സമവായത്തിലാണ്, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. 10 മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദ്രസ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കലണ്ടറൊക്കെ ഇറങ്ങി കോടതിയിൽ സമർപ്പിച്ചു പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം, വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങിപ്പോരാണ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, കുറച്ച് ദിവസം നീണ്ടുനിന്ന തർക്കങ്ങളായിരുന്നു, അതിനൊടുവിലാണ് പിന്നീട് ചർച്ചകളിലേക്ക് നീങ്ങിയത്. എന്തായാലും ചർച്ചാ സമവായത്തിലെത്തി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഇരുകൂട്ടരും പറയുന്നത്? അതാണ് സ്വാതി, സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് ഇപ്പോൾ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ഈ മാനേജ്മെൻറ്റുകൾ നടത്തിയ ചർച്ചയിലാണിപ്പോൾ ഈ സ്കൂൾ സമയമാറ്റം മാനേജ്മെൻറ്റുകൾ അംഗീകരിച്ചിരിക്കുന്നത്. നേരത്തെ സമസ്തയടക്കം പരാതികൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഈ മദ്രസ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ പരാതി ഉന്നയിച്ചിരുന്നത്. അക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ പല അഭിപ്രായങ്ങളും ഈ സമസ്തയടക്കം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് വൈകുന്നേരം അരമണിക്കൂറാക്കി മാറ്റിയാൽ പോരെ എന്ന ഒരു അഭിപ്രായം വരെ ഈ യോഗത്തിലുണ്ടായി. പക്ഷേ സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രധാനമായും മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഈ യോഗത്തിൽ വ്യക്തമാക്കിയത് കോടതിയുടെ നിർദ്ദേശമുണ്ട്, മാത്രമല്ല വിദ്യാഭ്യാസ ചട്ടങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 15 മിനിറ്റ് രാവിലെ മുന്നോട്ടും വൈകുന്നേരം 15 മിനിറ്റ് കൂടുതലും എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്, ആ തീരുമാനത്തിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്തായാലും മാനേജ്മെൻറ്റുകൾ അംഗീകരിച്ചിരിക്കുന്നു. സമസ്ത അടക്കം ഈ യോഗത്തിന് ശേഷം പുറത്തു വന്ന് വ്യക്തമാക്കിയത് ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷം, ഈ അധ്യയന വർഷം ഈ സർക്കാർ നിലപാട്, സർക്കാർ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന ഒരു ധാരണയിലേക്കാണ് എത്തി യോഗം പിരിഞ്ഞത്. പക്ഷേ അടുത്ത അധ്യയന വർഷം ഇതിൽ മാറ്റം വരുത്താമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായാണ് സമസ്തയുടെ ഭാരവാഹികൾ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. പക്ഷേ അക്കാര്യം മന്ത്രി നിഷേധിച്ചു. അത്തരത്തിലൊരു ഉറപ്പും ഇങ്ങനെ കൊടുത്തിട്ടില്ല. അടുത്ത വർഷം ഇത് സംബന്ധിച്ചൊരു പരിശോധനകൾ നടത്താം, ആ സമയത്ത് ചർച്ചകൾ ആവശ്യമെങ്കിൽ നടത്താം. ചർച്ചകൾ നടത്താതിരിക്കുക എന്നൊരു സ്വഭാവം സർക്കാരിനില്ല. ആവശ്യമെങ്കിൽ ചർച്ചകൾ നടത്താം, ജനാധിപത്യപരമായ ചർച്ചകൾ സ്വാഗതം ചെയ്യുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കി. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനം അത് അടുത്ത വർഷം മാറ്റാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂൾ സമയമാറ്റം സ്കൂൾ സമയമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു, ആ വിവാദങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വർഷം മുതൽ അതിൽ കൂടുതൽ നിലപാട് തീരുമാനങ്ങളിലേക്ക് വരും. ആ വിവരങ്ങളാണ് ചന്തു ചന്ദ്രശേഖർ നൽകിയത്.